ഹായ് എല്ലാവർക്കും രേഖാസ് കിച്ചൻ വീടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് വെളങ്ങുന്ന്, അതായത് തൃശ്ശൂരാണ് വെളങ്ങുന്നുള്ളത്. അത് അമല ഹോസ്പിറ്റലിൻ്റെ മൂതാറേനും ഇടയിലാണ് ഈ വെളങ്ങുന്ന്. അപ്പോൾ നമ്മളിത് ഇവിടെ അതുപോലെ സിനിമ പിടിച്ചിട്ടുണ്ട്. ഷാറുഖ് ഖാൻ്റെയും പ്രദീപിൻ്റെയും അജിയ ജല എന്നുള്ളൊരു പാട്ടിൻ്റെ ഷൂട്ട് ഇവിടെയാണ് നടന്നേക്കുന്നത് വെളങ്ങുന്ന്. അപ്പം നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് നോക്കിയിട്ട് കാണാം. അപ്പോൾ നമ്മളിത് ഇവിടെ വന്നപ്പോൾ ഒരു സ്റ്റാച്ചു ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കർഷകരെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ നിറമൊക്കെ മങ്ങി. ഇപ്പോൾ ആദ്യം ഇത് പണിത സമയത്തൊക്കെ കറക്റ്റ് ആ വൈക്കോലൊക്കെയും കറക്റ്റ് ആ കളറായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു കാടിൻ്റെ ഉള്ളിൽ പോലെയാണ് ഇവിടെ. നമ്മളൊന്നൊരു ടൈം പാസിന് വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ ആദ്യം നമുക്ക് ഇതിലേക്ക് കാർ മാർഗ്ഗമൊന്നും വരാൻ പറ്റിയാന്നില്ല. പണ്ടൊക്കെ ഞങ്ങൾ വരുമ്പോൾ ഇത് ഒരു മലയും പോലെയായിരുന്നു. ഇവിടെ വികസനമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളിങ്ങനെ പാറക്കല്ലൊക്കെ ചവിട്ടിയിട്ടാണ് ഇതിൻ്റെ മുകളിലേക്കൊക്കെ ആദ്യം വന്നിരുന്നത്. ഇപ്പോൾ കുറച്ച് കൊല്ലങ്ങളോളായിട്ടാണ് ഇതിൻ്റെ മുകളിലൊക്കെ നല്ലൊരു വികസനം വന്ന് റോഡ് ആയിട്ട് നമുക്ക് കാർ മാർഗ്ഗമായാലും ടൂ വീലറായാലും നമുക്ക് ഏറ്റവും മുകളിലേക്ക് കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ അത് ഓപ്പൺ സ്റ്റേജാണ്. അതാണ് എല്ലാതും ഈ വെട്ടുകല്ല് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ നട്ട രക്തചന്ദനാണ് കേട്ടോ ഇവിടെ. അപ്പം എന്തായാലും ആളും ഇവിടെ വന്നിട്ടുണ്ടാവും, അതാണുണ്ടോ നട്ടേക്കണത്. അതെ, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ അത്യാവശ്യം മരങ്ങളൊക്കെ ഇവർ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ അത് ആരവറ്റം നോക്കിയാൽ കൈവിട്ട്. അപ്പോൾ നമ്മളതെ ഇവിടെ അത്യാവശ്യം എല്ലാ മരങ്ങളും നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. നെല്ലി, പ്ലാവ്, കുറേ നമ്മൾ പേരറിയാത്ത കുറേ വൃക്ഷങ്ങളും ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ കുന്ന് നികത്തിയിട്ടാണ് ഇവിടെ വെച്ച് പിടിപ്പിച്ചേക്കണത്. നമ്മളിപ്പോൾ വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്നിട്ട് എടുത്തതാണ്. അപ്പോൾ അത് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂരിൻ്റെ പ്രകൃതി രമണീയമായ കാഴ്ചകൾ കാണാം. അങ്ങനെ നല്ലൊരു വ്യൂ തന്നെയാണ് കേട്ടോ. നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ നമുക്കിവിടെ നിന്നിട്ട് നമ്മുടെ തൃശ്ശൂർ ഫുള്ള് കാണുന്ന ഒരു ഭംഗി തന്നെയല്ലേ. കോൾപ്പാടും എല്ലാതും. അപ്പോൾ നമുക്കിത് ഇവിടെ ഇരിക്കാനൊക്കെ ആയിട്ട് തന്നെ ഒരു ചാരുപഞ്ചൊക്കെ ഇവിടെ പണിത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇരുന്നിട്ടായാലും നമുക്ക് പുറത്തത്തെ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാനാണ് നമുക്ക്. അതെ, നമ്മളിതേപോലെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇരുന്ന് നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ പണിതിട്ടേക്കുന്നവർ. അതെ, നടന്നു പോകാനുള്ളൊരു നടപ്പാത ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചുറ്റും പ്രകൃതി ഭംഗി ആസ്വദിച്ച് നമുക്കിങ്ങനെ നടക്കാൻ പറ്റൂട്ടാ. അപ്പോൾ അത് ഇവിടെ വീണ്ടും നമുക്കിവിടെ വന്നേക്കുന്നത് ഒരു ചാരിബഞ്ച് പോലെ പണിതിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതിപ്പോൾ രണ്ടാമത്തെയാണ് ഞങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്ത് നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതെ, തനി പാറകൾ. ഇങ്ങനെയായിരുന്നു ഇതിൻ്റെ ആദ്യത്തെ അവസ്ഥ. കാരണം ഞാനൊക്കെ ചെറുപ്പത്തിലൊക്കെ വരുമ്പോൾ ഇതിൽ നടന്ന് ഈ പാറമ്മയൊക്കെ പൊത്തിപ്പിടിച്ച് കയറിയിട്ടാണ് ഇതിൻ്റെ മുകളിലേക്കൊക്കെ കയറുന്നത്. അന്ന് ഇതൊരു വികസനം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അത് നല്ല ഒരു കുറച്ച് കൊല്ലങ്ങളോളായിട്ട് വെളങ്ങുന്ന് ടൂറിസ്റ്റായിട്ട് പ്രഖ്യാപിച്ച് ഇതിൻ്റെ മുകളിൽ ഇപ്പം ഞാൻ പറഞ്ഞു ഷൂട്ടിങ്ങും കുട്ടികൾക്ക് കളിക്കാനുള്ള കിഡ്സ് ഏരിയയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് ഇവിടെ കാണാം കേട്ടോ. ഇതേപോലെയാണ് ഈ അറ്റം വരെ നമ്മൾ ആദ്യം വരുമ്പോൾ അങ്ങനെ പതിഞ്ഞ് കിടന്നായിരുന്ന സ്ഥലങ്ങളായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഓരോന്നും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ. അപ്പോൾ ഞങ്ങൾ ഇതുവഴിക്കൊക്കെ ഇങ്ങനെ പൊത്തി പിടിച്ചിട്ടാണ് കയറിയത്. ഇത് എൻ്റെ മുകളിൽ കൊണ്ടേക്കും. അപ്പോൾ നമ്മുടെ ചുറ്റുള്ള വ്യൂ ആണ് ഇത് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഇപ്പോൾ സന്ധ്യയ്ക്കൊക്കെയും കുട്ടികളൊക്കെയും കൊണ്ട് വന്നിട്ട് കളിക്കണമെന്ന് വെച്ചാലും നമുക്ക് ഇവിടേക്ക് വരാനായിട്ട് അധികം ദൂരമൊന്നുമില്ല. തൃശ്ശൂർ ജില്ലക്കാർക്കൊക്കെ നല്ല സൗകര്യമാണ്. കുട്ടികളെയും കൊണ്ടുവന്ന് കളിക്കാനുള്ള കുട്ടികളുടെ കളി കിഡ്സ് ഏരിയ തന്നെയുണ്ട്. അപ്പം നമുക്ക് എൻജോയ് ചെയ്യാം. പിന്നെ ഒരു ചെറിയൊരു ഐസ്ക്രീം പാർലറൊക്കെ ഉണ്ട്, ഐസ്ക്രീം ഇഷ്ടപ്പെടുന്നവർക്ക്. അങ്ങനെയുള്ള വിശേഷങ്ങളാണ് ഇതൊക്കെ. നമ്മളിപ്പോൾ കിടക്കണത് കിഡ്സ് പാർക്കിൻ്റെ ഉള്ളിക്കണം. അപ്പോൾ നമ്മുടെ കയ്യിൽ കുട്ടികളൊന്നും ഇല്ല, എന്നാലും നമ്മൾ കുട്ടികളെ കളി കാണാനായിട്ട് പോകാം. ശോഭ അടുത്ത പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഉള്ള സ്ഥലത്തേക്ക് പോകാനുള്ള ചവിട്ടും ഒരു ചെറിയൊരു നടപ്പാനാണ് കേട്ടോ.
അപ്പോൾ ഇതാണ് നമുക്ക് അവിടേക്ക് കടന്നു പോകാനുള്ള സ്ഥലം. അപ്പോൾ അവിടെ കുട്ടികളൊക്കെ നമ്മൾ കളിക്കുന്നുണ്ട്. നമ്മുടെ അല്ലെങ്കിലും മക്കൾ ചെറിയ കുട്ടികളൊക്കെ അവിടെ കളിക്കുന്നുണ്ട്. പിന്നെ നമുക്കത് താഴത്തേക്ക് ഇറങ്ങി പോകാനുള്ള ചവിട്ടും കൂടിയാണ് ഇതിട്ട് അവിടേക്ക്. അപ്പോൾ ആ ഭാഗത്ത് കളിക്കാൻ പോകാനുള്ള ചവിട്ടാണ്, ഇത് ഇറങ്ങാനുള്ള ചവിട്ടാണ് കേട്ടോ. ഇവിടെ ഒരു ഫുഡ് കോർട്ടും കൂടി അവർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. SRK ഫുഡ് കോർട്ടാണ്. അപ്പോൾ ഇവിടെ അത്യാവശ്യം സാധനങ്ങൾ കിട്ടുന്നത് അവിടെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങളൊന്നും കഴിക്കാൻ പോയില്ല, കാരണം എനിക്ക് നല്ല ചുമയായിട്ട് ഒരാഴ്ചയോളമായി ഞാൻ ആശുപത്രി കയറി ഇറങ്ങണത്. അപ്പോൾ നമ്മുടെ വിലങ്ങുന്ന് സ്ഥാപിതമായിട്ടുള്ള, അതായത് വിലങ്ങുന്നുണ്ട് ഈ നിലയ്ക്ക് ഇന്നത്തെ കാണുന്ന രീതിയിലായത് ഇവിടെ 1994 അപ്പോൾ അതിനൊരു സ്റ്റാച്ചൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു പീരങ്കി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പണ്ട് കാലം ഉപയോഗിച്ചാത്തതാണ്. നമ്മളത് ഇവിടെ ചെറിയൊരു കാട് തന്നെയാണ്. ഇല്ലേ കൂടെ മോനെ പക ഫോട്ടോ എടുക്കലാണ്. ഞാൻ ഇവിടെ വീഡിയോ എടുക്കുന്ന ധൃതിയിൽ നല്ല രസം കിട്ടും സന്ധ്യയ്ക്ക് ഇവിടെ വന്നിങ്ങനെ നടക്കാനായിട്ട്. നമ്മൾ താഴെ ഈ കാണുന്ന വഴിയിൽ അതിലാണ് നമ്മളിപ്പോൾ കയറി വന്നത്. ഇതല്ല, അതിന് സൈഡിൽ കൂടെ കാണാം ബോർഡ്. ഇതാണ് വെലങ്ങുന്നിൻ്റെ അവിടുത്തെ നമ്മുടെ പാർക്കിംഗ് ഗ്രൗണ്ട്, അതായത് കാറ് 2 വീലർ പാർക്കിംഗ് നിന്ന് വേറെ. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ധൈര്യമായിട്ട് പേടിക്കാണ്ട് വരാം, കാരണം കേരള പോലീസ്, ഹൈവേ പോലീസിൻ്റെ പെട്രോളിംഗ് ഉണ്ട്. അവിടെ നമുക്ക് കാണാം കുറച്ച് പോലീസുകാർ നമുക്കിവിടെ കാവലായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ എല്ലാം സുരക്ഷിതമായിട്ടാണ് നമുക്കിവിടെ വന്ന് ഈ കാടിൻ്റെ ഉള്ളിൽ കൂടെ സഞ്ചരിക്കാനും ഇവിടുത്തെ കാഴ്ചകൾ കാണാനും ഒക്കെ പറ്റണം കേട്ടോ. അപ്പോൾ എൻ്റെ വെലങ്ങൂതിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എൻ്റെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അടിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഓൾ എന്നുള്ള ബട്ടൺ കൂടെ അടിക്കുമ്പോൾ ഞാൻ വീടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ടാറ്റ, ബൈ ബൈ.